പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെയുള്ള 3D കേക്കുകൾ ഇതൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആണ്. ഇപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ ഓർഡർ ചെയ്യുവാണെങ്കിൽ ഇവിടെയൊക്കെ ഉള്ള ഒരു റേറ്റ് അനുസരിച്ച് 1500, 1800 ആ ഒരു റേഞ്ചിലൊക്കെയാണ് വരുന്ന കേക്കുകളാണ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചൊന്ന് പ്ലാൻ ചെയ്യുകയും കുറച്ചൊന്ന് കഷ്ടപ്പെടുകയൊക്കെ ചെയ്താൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ഈയിടെ ഞാൻ ചെയ്ത ഒരു കാർ കേക്കാണ്. അപ്പോൾ നമുക്കറിയാം കാർ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ 4 വീല് മാത്രമാണ് ഈ ഫ്ലോറിൽ ടച്ച് ചെയ്യുന്നത് അല്ലേ, ബാക്കി ബോഡി കുറച്ച് പൊങ്ങി നിൽക്കും. അപ്പോൾ അതുപോലെ എങ്ങനെ ഒരു കേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മൾ കുറച്ചൊന്ന് തിങ്ക് ചെയ്ത് പ്ലാൻ ചെയ്യണം. അതിൻ്റെ കേക്ക് ബോർഡിനും ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഈ കേക്ക് കണ്ടപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഈ 4 വീല് മാത്രം ഫ്ലോറിൽ ടച്ച് ചെയ്യുന്ന പോലെ എങ്ങനെ അത് പൊങ്ങി നമ്മളെ ഒരു ലുക്കിൽ ചെയ്തത് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പം ഇതെനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം കുറച്ചുകൂടെയൊക്കെ നമുക്ക് ഫിനിഷിംഗ് ഒക്കെ കൊണ്ടുവരാമായിരുന്നു. അതുപോലെ തന്നെ ഇത് റെക്കോർഡ് ചെയ്തതിലും എനിക്ക് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നല്ല ക്ലിയർ ആയിട്ടൊന്നും ഫോക്കസ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്നാലും അതിൻ്റെ ഒരു ബേസിക് ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ നമുക്കറിയാം, നമ്മളിപ്പോൾ ഇതുപോലത്തെ ഒരു ടോയ് മോഡൽ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു 4 വീല് മാത്രം ഫ്ലോറിൽ ബോർഡിൽ ടച്ച് ചെയ്തിരിക്കുകയും ബാക്കിയുള്ള ഈ ഭാഗം ഇങ്ങനെ പൊങ്ങിയിരിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കേക്ക് ബോർഡും അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് ഒന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മുടെ കാറിന് എത്ര ലെങ്ത് വേണം എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാം, എത്ര വിഡ്ത്ത് വേണം അത് നോക്കിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ബോർഡ് ഇതുപോലെ ഒരു വലിയ ബോർഡിൽ പൊങ്ങി നിൽക്കുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് 2 ത്രെഡഡ് റോഡാണ്, സ്റ്റീലിൻ്റെ ത്രെഡഡ് റോഡാണ്. അപ്പോൾ ഇത് ഞാൻ ശരിക്കും ഒരു കാർപ്പൻറ്ററോട് പറഞ്ഞ് അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സൈസൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ത്രെഡഡ് റോഡ് ഒക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നല്ലതായിട്ട് ഫിറ്റ് ആവണം. പിന്നെ അതുപോലെ തന്നെ ഈ മെയിൻ ബോർഡിൻ്റെ താഴെ ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് നമുക്ക് എടുത്ത് മാറ്റാനൊക്കെ ആയിട്ട് എളുപ്പമുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ബോർഡ് നന്നായിട്ട് തൂത്ത് സാനിറ്റൈസ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി വെക്കുക. ഇനി ഞാൻ ഒരു ക്ലിങ് ഫിലിം വെച്ച് ഇതിൻ്റെ ഈ ചെറിയ ബോർഡ് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അത് നന്നായിട്ട് സെലോ ടേപ്പൊക്കെ വെച്ച് നന്നായിട്ട് സീൽ ചെയ്യാം. ഇനി ഈ ത്രെഡഡ് റോഡ്, സ്റ്റീലിൻ്റെ ഈ റോഡ് നമ്മുടെ കേക്കിനകത്ത് ഇൻസേർട്ട് ആയി പോകുന്നതാണ്. പക്ഷെ അപ്പോൾ അതിനെ ഫുഡ് സേഫ് ആക്കി എടുക്കണം നമ്മൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഈ റോഡിൽ നന്നായിട്ട് ചോക്ലേറ്റ് ഒന്ന് പുരട്ടി വെക്കണം. കാരണം ചോക്ലേറ്റ് ഗണാഷ് അല്ല, മെൽറ്റഡ് ചോക്ലേറ്റ് ആണ്. പെട്ടെന്ന് തന്നെ ഇത് ഡ്രൈ ആയി ഈ സ്റ്റീലിന് നന്നായിട്ട് കവർ ചെയ്തിരിക്കും. അപ്പോൾ നമ്മളുടെ കേക്കുമായിട്ട് ഇതിന് ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നില്ല. അപ്പോൾ നമ്മളുടെ കാർ കേക്ക് തയ്യാറാക്കാനുള്ള ബോർഡ് റെഡി ആയി കഴിഞ്ഞു. ഇനി കാർ കേക്കിന് നമ്മൾ ആദ്യം ഞാൻ ചെയ്തു വെച്ചിരുന്നത് ഇതിൻ്റെ വീല് നല്ല ഹാർഡായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീലൊക്കെ നല്ല 2 ദിവസം മുന്നേ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്ത് നമ്മുടെ കാറിന് എത്ര സൈസിലുള്ള വീലാണ് വേണ്ടതെന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം. ഈ ഒരു സൈസിലുള്ള കുക്കി കട്ടർ എടുത്ത് ഇതുപോലെ തന്നെ ഈ ഫോണ്ടൻ്റ് കട്ട് ചെയ്ത് എടുക്കാറ്. ഇനി വീലിന് മുകളിലുള്ള ഒരു സിൽവർ പ്ലേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രേ കളർ ഫോണ്ടൻ്റ് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് ഒരു റോൾസ് റോയ്സ് കാറാണ്. അപ്പോൾ ആ വീൽ പ്ലേറ്റിലും R എന്നുള്ള ലോഗോ ഉണ്ടായിരുന്നു. ചെറിയൊരു ആൽഫബറ്റ് R എടുത്തിട്ട് ഇതുപോലെ സിൽവർ പെയിന്റിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ഇംപ്രഷൻ കൊടുക്കുമായിരുന്നു. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കുറച്ച് സമയം എടുക്കും, എന്നാലും അത് ക്ഷമയോടെ ഇരുന്ന് 4 വീലിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം ചെയ്തു വെക്കാം. ഇനി നമുക്കറിയാം, റോൾസ് റോയ്സ് കാറിൻ്റെ ബോണറ്റിൽ ചെറിയൊരു ലോഗോ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി എന്നാണ് അതിന് പറയുന്നത്. അതൊരു ലേഡി 2 കൈയും ഇങ്ങനെ പുറകോട്ട് വിങ്സ് പോലെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ചെറിയൊരു സ്കൾപ്ചറാണ്. അപ്പോൾ അത് ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അതിൻ്റെ റോൾസ് റോയ്സ് കാറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണല്ലോ അത്. അപ്പോൾ ഇതൊരു കുഞ്ഞു സാധനമാണെങ്കിലും ഇത് ചെയ്യാനാണ് എനിക്ക് ഒത്തിരി സമയം എടുത്തത്. എങ്ങനെ ചെയ്തിട്ടും അതൊന്നും ശരിയാവുന്നില്ലായിരുന്നു. അത് നേരെ നിൽക്കണം, പിന്നെ 2 വിങ്സ് ബാക്കോട്ട് മാറി നിൽക്കണം. അതുകൊണ്ട് ഞാൻ ഒത്തിരി സമയം അതിന് മുകളിൽ വർക്ക് ചെയ്ത് പിന്നെയും അതിന് 2ാമതും 3ാമതും ഒക്കെ ചെയ്ത് ലാസ്റ്റ് എനിക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ പോലെ കിട്ടി. അത് പെർഫെക്റ്റ് ആണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നാലും എന്നെ കൊണ്ടാവുന്നത് പോലെ തന്നെ ഞാനതൊന്ന് ചെയ്തെടുത്തു. ഇതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ കാർ കേക്കിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുകൊണ്ട് ഇതൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു. നമ്മുടെ കാറിൻ്റെ സൈസ് അനുസരിച്ച് നമുക്ക് അത്രയും കേക്കും ആവശ്യമുണ്ട്. അപ്പോൾ അതിന് കറക്റ്റ് എത്ര കിലോ വേണം എന്നൊന്നും പറയാൻ പറ്റില്ലായിരുന്നു.
ഇനി നമ്മൾ കാറിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഏകദേശം ഇതുപോലെ ഞാനൊരു ബട്ടർ പേപ്പറിൽ മെഷർ ചെയ്തെടുത്തിട്ട് എല്ലാ കേക്കുകളും അതനുസരിച്ച് കട്ട് ചെയ്ത് എടുത്തു വെച്ചു. അത് റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു ഇവിടെ യൂസ് ചെയ്തത്. എന്നിട്ട് അതിനെ ഇതുപോലെ സ്ലൈസ് ചെയ്ത് ഓരോ ലെയറായിട്ട് നമ്മളത് സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ചോക്ലേറ്റ് ഗനാഷൊക്കെ വെച്ച് അത് ഫില്ല് ചെയ്ത് ഇതുപോലെ കുറച്ച് സമയം എടുക്കണം. നമുക്ക് അതിൻ്റെ കറക്റ്റ് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് കാർവ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. എന്നാലും ക്ഷമയോടെ നമ്മളുടെ മനസ്സിലുള്ളൊരു പ്ലാൻ അനുസരിച്ച് അതിനെ കാർവ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം സെറ്റ് ആവാനായിട്ട്. അതിനുശേഷം പിന്നെ അതിനെ എടുത്ത് നന്നായിട്ട് ഗനാഷ് ചെയ്ത്, ഇപ്പോൾ ഗനാഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കാറിൻ്റെ കറക്റ്റ് ഒരു നമ്മുടെ ഷേപ്പ് കാർവ് ചെയ്യാനായിട്ട്, കേക്ക് കട്ട് ചെയ്ത് മാറ്റുവോ അല്ലെങ്കിൽ കൂടുതൽ ഗനാഷ് അപ്ലൈ ചെയ്യുവോ ഒക്കെ ചെയ്ത് നമ്മൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ ഷേപ്പ് എല്ലാം നന്നായിട്ട് നമുക്ക് തൃപ്തിയായതിനു ശേഷം ഒരു 10 മുതൽ 12 മണിക്കൂർ വരെയെങ്കിലും നമ്മളിതിനെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു ദിവസം മുന്നേ ചെയ്ത് നമ്മുടെ വീലൊക്കെ നന്നായിട്ട് ഹാർഡായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലുള്ള ആ വീൽ ക്യാപ്പ് പ്ലേറ്റ്, സ്റ്റീൽ പ്ലേറ്റ് ഒക്കെ അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സ്പിരിറ്റ് ഓഫ് എക്സ്റ്റസി അതിനെയും ഒന്ന് പെയിൻ്റ് അടിച്ച് വെച്ചു. അതുപോലെ തന്നെ നമ്മളുടെ കാറിൻ്റെ സൈഡിലുള്ള മിറേഴ്സ് അതും ഒന്ന് ചെറിയൊരു ടൂത്ത് പിക്കിൽ കണക്ട് ചെയ്ത് അതിനെയും ഉണ്ടാക്കിയെടുത്ത് വെച്ചു. ഈ കേക്ക് ഓർഡർ ചെയ്തവർ പ്രത്യേകം പറഞ്ഞിരുന്നു കാറിൻ്റെ കീയും കൂടെ ചെയ്തു തരണമെന്ന്. കാറിൻ്റെ കീക്ക് നമ്മൾ ആ കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈസ് ഡിഫറൻസ് ഉണ്ട്. എന്നാലും ഞാനൊരു റിയൽ കീയുടെ സൈസിൽ തന്നെ കീയും ചെയ്തു വെച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ കുറച്ച് സമയമെടുത്ത് അതിനകത്ത് വേണ്ട ഇംപ്രഷൻസ് ഒക്കെ കൊടുത്ത് അതുപോലെ റോൾസ് റോയ്സിൻ്റെ ലോഗോയും ഒക്കെ ഒന്ന് ചെയ്ത് അതിനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നെക്സ്റ്റ് ഡേയിൽ നമ്മൾ കേക്ക് പുറത്തെടുക്കാം. കേക്ക് പുറത്തെടുത്തിട്ട് ഇതൊരു ബ്ലാക്ക് കാറായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്ലാക്ക് ഫോണ്ടൻറ്റ് നല്ലപോലെ നന്നായിട്ട് റോൾ ഔട്ട് ചെയ്ത് എടുക്കാം. കുറച്ച് നീളവും വീതിയൊക്കെ കൂടുതൽ വേണം, കാരണം ഇതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണല്ലോ ഈ കാർ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ഫോണ്ടൻറ്റ് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് പതുക്കെ നമ്മൾ സാധാരണ കേക്കുകൾ കവർ ചെയ്യുന്ന പോലെ തന്നെ ഫോണ്ടൻറ്റ് ഈ കാർ കേക്കിൻ്റെ മുകളിലേക്ക് കവർ ചെയ്തെടുക്കാം. പിന്നെ കൈ കൊണ്ടും ഫോണ്ടൻറ്റ് സ്മൂത്തറും ഒക്കെ വെച്ച് അതിന് നന്നായിട്ട് കേക്കുമായിട്ട് ചേർത്തെടുക്കുക. അതിനുശേഷം നമുക്ക് പതുക്കെ ഓരോ ഡീറ്റെയിൽസും ആ കാറിന് നമുക്ക് എന്തൊക്കെയാണ് ബോണറ്റിൽ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് നോക്കുക. പിന്നെ കാറിൻ്റെ ഗ്ലാസും അതിൻ്റെ ഫ്രണ്ടിലത്തെ ഓരോ പീസും ഞാൻ ചെയ്യുമ്പം നമുക്ക് സൈസ് കറക്റ്റ് കിട്ടാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിനെ കട്ട് ചെയ്ത് ഒന്ന് കാറിൽ വെച്ച് നോക്കും. ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ സൈസിൽ ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് ആണ് നമ്മൾ കാറിലെ ഓരോ സാധനങ്ങളും ഫിക്സ് ചെയ്യേണ്ടതെന്നല്ല, ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഓരോരുത്തർക്കും ഇതിനെക്കാട്ടിലും എളുപ്പമുള്ള രീതികൾ വേറെ കാണും, അതുപോലെ ചെയ്യാം. അങ്ങനെ ഓരോ ഡീറ്റെയിൽസും ഇപ്പം ലൈറ്റ് ആണെങ്കിൽ ചെറിയൊരു ഗ്ലാസ് എഫക്റ്റ് ഒക്കെ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഞാൻ കുറച്ച് ഗ്രേ കളറും ബ്ലാക്ക് കൂടെ മിക്സ് ചെയ്ത് ഒരു മാർബിൾ എഫക്റ്റ് ആക്കിയിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു ചെറിയൊരു ഗ്ലാസ് എഫക്റ്റ് എനിക്ക് തോന്നി. ഇങ്ങനെ ഓരോ പീസും ബട്ടർ പേപ്പർ വെച്ച് ഓരോ സൈസ് ഒന്ന് മെഷർ ചെയ്ത് കട്ട് ചെയ്ത് അതിനെ ഒരു ഗൈഡായിട്ട് എടുത്ത് ഇതുപോലെ എല്ലാം ചെയ്ത് ബാക്കിലുള്ള റെഡ് ലൈറ്റും ഒക്കെ ഇതുപോലെ തന്നെ നമ്മളുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കട്ട് പീസുകൾ വെച്ച്.
അങ്ങനെ ലാസ്റ്റ് നമ്മളുടെ വീലും 4 സൈഡിലും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർ കേക്ക് റെഡിയായി. ഏറ്റവും ചെറിയ കാര്യത്തിനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സമയം എടുക്കേണ്ടി വരുന്നത്. ബേക്കിങ്ങിനോ കേക്ക് കാർവ് ചെയ്യുന്നതിനോ ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പം കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് ചെയ്യാനായിരിക്കും കൂടുതൽ സമയം എടുക്കുന്നത്. എന്നാലും സമയമെടുത്ത് ചെയ്താൽ നമുക്കിതുപോലെ ഒരു 3 ഡയമെൻഷനിലുള്ള നല്ല പൊങ്ങി നിൽക്കുന്ന ലുക്കിലുള്ള ഒരു കേക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ 3D കേക്കുകൾ നമ്മൾ വലിയ വില കൊടുത്ത് ഓർഡർ ചെയ്യുവോ അല്ലെങ്കിൽ വാങ്ങിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കുറച്ച് സമയം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ കാറിൻ്റെയൊക്കെ കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. നെറ്റിൽ നിന്ന് നോക്കി ഫോട്ടോ എടുക്കുന്നതിനെക്കാട്ടിലും ഒരു റിയൽ കാർ നമുക്ക് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കമ്പയർ ചെയ്ത് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കേക്കുകളൊക്കെ ചെയ്യുന്നവർക്ക് ഒക്കെ ഈ വീഡിയോ ഉപകാരപ്രദമായോ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ അല്ലാത്തവർക്കും ഇതെങ്ങനെയാണ് ഈ ഒരു 3D ലുക്കിൽ ചെയ്യുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ കേക്ക് ഡെക്കറേഷൻ വീഡിയോസുമായിട്ടും കേക്ക് റെസിപ്പികളുമായിട്ടും ഒക്കെ ഞങ്ങൾ ഇനിയും വരും. എല്ലാവർക്കും നന്ദി.